ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളുടെ കൃഷി അറിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആസൂത്രണ മികവോടെ മികച്ച അടുക്കളത്തോട്ടങ്ങൾ പരിപാലിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനും അതിലുപരി സ്വയം പര്യാപ്തമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനുമായി കളിക്കൂട്ടം കൾച്ചറൽ ക്ലബ്ബ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കർഷകശ്രീ അവാർഡുകൾ വിതരണം ചെയ്തു. കൃഷിയിടങ്ങളിൽ നേരിട്ടെത്തിയ കളിക്കൂട്ടം പ്രതിനിധികൾ കുട്ടികളുമായി കൃഷിയിലെ അവരുടെ പങ്കാളിത്തവും കൃഷിസ്ഥലത്തിന്റെ അവതരണ രീതി, ആകർഷക രീതിയിൽ ചെടികളുടെ പരിപാലനം, വിളവെടുപ്പ് തുടങ്ങിയവയും ചർച്ച ചെയ്താണ് വിജയികളെ നിശ്ചയിച്ചത്. ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ നോൺ സ്മോക്കിംഗ് റെസ്റ്റോറൻ്റ് ആയിരുന്ന അന്നപൂർണയിലെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കുകയുണ്ടായിരുന്നു. അവരുടെ സ്പെഷ്യാലിറ്റി ഐറ്റംസ്, മെനുവും അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കുറച്ച് കേട്ടു. പക്ഷേ ആ ഒരു യാത്ര ഇവിടെ അവസാനിക്കുന്നേയില്ല. ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ പലരും 30-35 വർഷം ജോലി ചെയ്തിട്ടുള്ളവരാണ്. കല്യാണം കഴിച്ച സ്ത്രീ നമ്മക്കാളും ഇതിൽ എത്രയോ അധികം ഇതിനു വേണ്ടി പ്രയത്നിച്ച് രാവും പകലും ഇപ്പോഴും ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. തെക്കേ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടുള്ള ഈ ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ, അതിനും പുറമെ ഇവിടുത്തുകാർക്കും വളരെ എളുപ്പം സ്വീകരിക്കാമെന്നുള്ളമായി ഉള്ള ചില വിഭവങ്ങളൊക്കെ നമ്മൾ ചേർത്തു. സൂപ്പ്, സാലഡ് ആൻഡ് ഡിന്നർ. അന്ന് ഉണ്ടാക്കിയ പ്രത്യേക വിഭവത്തിന് ഡിന്നർ എന്ന് പേര്. കണ്ടമാനം വില വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ മറ്റേ വേറെ വിധത്തിൽ പൈസ ഉണ്ടാക്കാൻ നോക്കുക, അതിന് നമുക്ക് സാധ്യമില്ലായിരുന്നു, അതിന് പ്രതിപത്തി ഇല്ലായിരുന്നു.